യെസ്, അപ്പൊ നേരെ പോകാൻ താമരശ്ശേരിയിലേക്ക്. അവിടെ സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നുണ്ട്. യെസ്, കടുത്ത വകുപ്പുകളിട്ട് കേസുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ മെഹ്റൂഫാണ് കേസിൽ ഒന്നാം പ്രതി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പ്രതിപട്ടികയിലുണ്ട്. വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചെന്നും ജീവനക്കാരെ പൂട്ടിയിട്ട് തീയിട്ടെന്നും എഫ്ഐആറിൽ പറയുന്നു. ഫാക്ടറിക്ക് 5 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും എഫ്ഐആറിൽ പറയുന്നു. അനീസലി വിവരങ്ങൾ നൽകും. അനീസലി, കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കമുള്ളവർ ഒന്നാം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരുടെ ഒരു സമരം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജിൽസി സൈഫുദ്ദീൻ, തീർച്ചയായും കഴിഞ്ഞ 6 വർഷമായി തുടരുന്ന സമരം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടുകാരുടെ ഒരു സമരമാണ്, ജനകീയ വിഷയമാണ്. തീർച്ചയായും ഈ പ്രദേശത്ത് താമസിക്കാൻ കഴിയാത്ത വിധം ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് സമരത്തിനിറങ്ങിയത്. പക്ഷെ അവരുടെ ഒരു ജെനുവിൻ ഇഷ്യൂ ഇന്നലത്തെ സമരം അക്രമാസക്തമായതോടുകൂടി മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നലെ ഉണ്ടായ സമരത്തിൽ തുടർന്ന് വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഇത് തീവെപ്പിലേക്കും അതുപോലെ തന്നെ കല്ലേറിലേക്കും എത്തി. അത് ഇരുപക്ഷത്തുമായി പ്രദേശത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ പോലീസിനും അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് തങ്ങൾ അക്രമം ഉണ്ടാക്കിയിട്ടില്ല. അതിപ്പോൾ ഇന്ന് MLA അടക്കമുള്ള ആളുകൾ, MK മുനീർ അടക്കം ഇന്നലെ പ്രതികരിച്ചിരുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാത്രമല്ല, ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ പറയുന്നത് തികച്ചും 6 വർഷമായി സമാധാനപരമായി നടന്ന ഒരു സമരം നാട്ടുകാരുടെ ന്യായമായ ഒരു ആവശ്യം അടിച്ചമർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്നലെ ഇതുണ്ടായത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രദേശത്ത് 300ഓളം പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രവർത്തകരുണ്ട്. ഏതായാലും ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ ജനകീയ വിഷയം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സമരം ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ അടിച്ചമർത്തപ്പെടുകയാണ് എന്നാണ് നാട്ടുകാർ പങ്കുവെക്കുന്ന വികാരം. ഇവിടെ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ഹർത്താൽ ആചരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇന്നലെ ഒരു വലിയ സംഭവം, 6 വർഷമായി തുടർന്ന സമരം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്താ അതേക്കുറിച്ച്? 6 വർഷമായി നമ്മൾ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. പക്ഷെ നമ്മൾ സമാധാനപരമായിട്ടൊരു ഇതാണ് നടത്തിയത്. പക്ഷേ ഇതൊരു ആസൂത്രണ പരിപാടിയൊന്നും അല്ല ചെയ്തത്. കാരണം ഞാൻ ഇവിടെ നാട്ടുകാരനാണ്. അപ്പോൾ ഇത് ആസൂത്രണ പരിപാടിയൊന്നും അല്ല. കാരണം നാളെ 6 വർഷമായി നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രശ്നത്തെ ഒരു ഒത്തുതീർപ്പിലൂടെ പോകാൻ വേണ്ടിയാണ് നോക്കിയത്. ഇത് ആസൂത്രണ പരിപാടി അല്ലത്. ഇതെങ്ങനെയാണ് ഒരു അക്രമത്തിലേക്ക്, ഇന്നലെ വലിയ തീവെപ്പിലേക്കും കല്ലേറിലേക്കോ പോയല്ലോ, അതെന്താണ്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല, അങ്ങനെ ആക്രമണത്തിനല്ല, സമാധാനമായിട്ടൊരു പരിപാടിയാണ് വെച്ചത്. അപ്പോൾ ആക്രമണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ കൂടെ കളിക്കുന്നത് എന്താണെന്ന് അറിയില്ല. പക്ഷേ അവർ ചെയ്യുന്നതാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ ജനങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ അടിയും പിടിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ട് ഇത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഈ സമരം നടക്കുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കും ഇതിന്റെ ഒരു റൂട്ട് കോസ് എന്താണ്? സമരം ഇന്നലെ ഉണ്ടായ അക്രമമല്ല, യഥാർത്ഥത്തിൽ ഈ 6 വർഷത്തെ എന്തുകൊണ്ടാണ് ഈ സമരം? എത്ര വലിയ ഒരു ഇഷ്യൂ ആണ് ഇവിടെ? 6 വർഷത്തോളമായി നാട്ടിലെ ജനങ്ങൾ ഈ ഫ്രഷ് കട്ടിൽ നിന്നുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. 6 വർഷം വളരെ ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. ഇന്നലെ നടന്നിട്ടുള്ള സംഭവം, രാവിലെ മുതൽ അവിടെ ഒരു 2000 ആളുകൾ കൂടുകയും അപ്പോൾ എല്ലാ അധികാരികളെയും അറിയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. പക്ഷേ പോലീസ് വളരെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ സമാധാനപരമായി നടന്നിട്ടുള്ള ഒരു സമരത്തെ SP ആണ് ഈ സമരത്തിലേക്ക് കടന്നു കയറുകയും അക്രമികളെ, സമരക്കാരെ നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ്. അത് പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മനുഷ്യകവചമായി ഉപയോഗിച്ച് ആസൂത്രിത അക്രമം നടത്തിയെന്നൊക്കെ. അങ്ങനെയൊക്കെ അതൊരു കള്ളപ്രചരണമാണ്. അങ്ങനെ ഒരു ആസൂത്രണം ചെയ്യില്ലല്ലോ. കാരണം നമ്മളെ കുട്ടികളൊക്കെ അനുഭവിക്കുന്നതും സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലാണല്ലോ. അങ്ങനെ ഒരു പ്രചരണമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകില്ല. വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തത്.